നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ജനുവരി മാസം 1-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതുവത്സരമാണ്. ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സന്ദേശങ്ങൾ വരും. എന്നാൽ എല്ലാ ആശംസകളും തുറക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് വാട്സാപ്പിൽ ലഭിക്കുന്ന ഇ കാർഡുകൾ തുറക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. പുതുവത്സര ആഘോഷം മറയാക്കി സൈബർ ക്രിമിനലുകൾ ഇപ്പോൾ പുതിയ തട്ടിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു ഇ കാർഡ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മൊത്തം കൊണ്ടുപോയെന്ന് വരാം. പ്രലോഭനകരമായിട്ടുള്ള ഓഫറുകൾ, മുന്നോട്ട് വയ്ക്കുന്ന സമ്മാന പദ്ധതികൾക്കുള്ള ഓട്ടോമേറ്റഡ് കോൾ ലഭിക്കുകയാണെങ്കിൽ പോലും ഇതേ തട്ടിപ്പിനെ നിങ്ങൾ ഇരയാക്കപ്പെടും. നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഇത്തരം പുതുവത്സര സന്ദേശങ്ങളിൽ പ്രലോഭിതരാകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നതോ ആരെങ്കിലും നിഷ്കളങ്കമായിട്ട് ഫോർവേഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഇത്തരം ആശംസാ കാർഡുകൾ APK ഫയലുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരം ഫയലുകൾ തുറക്കുന്നതോടുകൂടി APK ഫയലുകൾ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ആവുകയും മൊബൈലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അനധികൃത ആപ്ലിക്കേഷനുകൾ മൊബൈലുകളിൽ പ്രവേശിക്കാൻ ഇടയാക്കുകയും ചെയ്യും. എല്ലാവരും ജാഗ്രത പാലിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുറഞ്ഞ നിരക്കിൽ പെട്രോളും ഡീസലും അടിക്കാൻ മാഹിയിലേക്ക് വാഹനവുമായിട്ട് പോകുന്നവർക്ക് വൻ തിരിച്ചടി. ജനുവരി 1 മുതൽ മാഹിയിൽ ഇന്ധനവില ലിറ്ററിന് 3.5 രൂപയോളം വർദ്ധിക്കും. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിലെ പരിഷ്കരിച്ച മൂല്യവർദ്ധിത നികുതിയുടെ ഭാഗമായിട്ടാണ് വില കൂടുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ്നാഥാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തീരുമാനം പ്രഖ്യാപിച്ചത്. പുതുച്ചേരിയിൽ പുതുവർഷത്തിലാണ് ഇന്ധനത്തിലുള്ള വാറ്റ് വർദ്ധിപ്പിക്കുന്നത്. പെട്രോളിന് 2.44%, ഡീസലിന് 2.57%മാണ് വാറ്റ് ഉയരുന്നത്. മാഹിയിലെ പെട്രോൾ നികുതി 13.32%-ൽ നിന്ന് 15.74%-ആയിട്ട് ഉയരും. ഡീസൽ നികുതി 6.91%-ൽ നിന്ന് 9.52%-ആയിട്ടാണ് വർദ്ധിക്കുക. പുതുച്ചേരിയിൽ ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടാണ് ഇന്ധനവില ഉയരുന്നത്. ഇതിൽ മാഹിയിലാണ് ഏറ്റവും വില ഉയർന്നതെന്നാണ് വിവരം. 2021 ഇതിനു മുൻപ് പുതുച്ചേരിയിൽ വാറ്റ് വർധനവ് ഉണ്ടായത്. കേരളത്തിലെ പെട്രോളിന് ലിറ്ററിന് 105 രൂപയായിരിക്കെ മാഹിയിലെ നിരക്ക് 92 രൂപയാണ്. 13 രൂപ 93 പൈസയാണ് ലാഭം. അതിനാൽ തന്നെ കേരളത്തിൽ നിന്നടക്കം നിരവധി പേരാണ് ഇന്ധനമടിക്കുവാൻ മാഹിയിലേക്ക് എത്തുന്നത്. ഇതിനാണ് ഇപ്പോൾ തിരിച്ചടിയാവുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കുകയില്ല എന്നതാണ്. കിറ്റ്കാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ പഴയ പതിപ്പുകളിലോ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ വാട്സപ്പ് ഉടൻ പ്രവർത്തനം നിർത്തുന്നതായിരിക്കും. ഈ മാറ്റം സാംസങ്, LG, സോണി, HTC, മോട്ടറോള തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള ജനപ്രിയ മോഡലുകളെ ബാധിക്കും. പ്രത്യേകിച്ച് 9 മുതൽ 10 വർഷം മുൻപ് പുറത്തിറങ്ങിയ ഫോണുകളെയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വൈദ്യുതി സർചാർജ് ജനുവരി മാസത്തിലും തുടരും. യൂണിറ്റിന് 19 പൈസയാണ് സർചാർജ്. 10 പൈസയ്ക്ക് പുറമെ നിലവിലുള്ള 9 പൈസ സർചാർജ് 17 പൈസയാക്കണമെന്ന KSEBയുടെ ആവശ്യം അംഗീകരിച്ചില്ല. പുതുവർഷത്തിൽ സർചാർജ് ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉപയോക്താക്കൾ. ഇതിനിടെയാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. KSEB സ്വമേധയാ നിശ്ചയിച്ച 10 പൈസയും റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 9 പൈസയുമാണ് ഇപ്പോൾ സർചാർജ്. ഇന്ധനവില കൂടുന്നത് മൂലം താപവൈദ്യുതി വാങ്ങുന്നതിനുള്ള ചെലവിൽ താൽക്കാലികമായുണ്ടാവുന്ന വർധനയാണ് സർചാർജിലൂടെ ഈടാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് 2025 മുതൽ 28 വരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. റേഷനോടൊപ്പം തന്നെ 1000 രൂപ കൂടി ധനസഹായം വിതരണം ചെയ്യുമെന്നുള്ളതാണ്. അതും തികച്ചും അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു 1000 രൂപ റേഷനോടൊപ്പം തന്നെ വിതരണം ചെയ്യുക. നഗരപ്രദേശങ്ങളിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവരും അതുപോലെ തന്നെ 4 ചക്ര വാഹനങ്ങളുള്ളവരും 3 ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ളവർക്കും ഈ ഒരു 1000 രൂപയ്ക്ക് അർഹതയുണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏതൊക്കെ ആളുകൾക്കാണ് ഈ 1000 രൂപ ധനസഹായം ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മലയാളം പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഈ അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ വർഷാവസാനം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ഡിസംബർ 31-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7110 രൂപയിലും പവന് 56,880 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.